ബൈപ്പാസ് റോഡിൽ പ്രഭാത സായാഹ്ന സവാരിക്ക് ഇറങ്ങുന്നവർക്ക് ഭീഷണി ഉയർത്തി കവർച്ചാ സംഘം. ഏറ്റുമാനൂർ പട്ടിത്താനം ബൈപ്പാസ് റോഡിൽ രാവിലെയും വൈകുന്നേരവും നടക്കുവാനും ഓടുവാനും ഇറങ്ങുന്നവർക്ക് നേരെ നിരന്തരമായി കവർച്ചാ അക്രമ സംഘങ്ങൾ. വഴി ചോദിക്കുവാൻ എന്ന വ്യാജേന വിജനമായ സ്ഥലം നോക്കി മോഷണ വാഹനങ്ങളിൽ എത്തുന്നവരാണ് ഇവരിൽ പലരും. കഴിഞ്ഞ ദിവസം രാവിലെ ചെറുവാണ്ടൂരിലെ വീട്ടിൽ നിന്നും ഏറ്റുമാനൂരിലേക്ക് നടന്നു വന്ന മധ്യവയസ്കനരികിൽ എത്തിയ സംഘം മാല പൊട്ടിച്ചെടുക്കുവാൻ ശ്രമിക്കുന്നതിനിടയിൽ നിന്നും ഇയാൾ തന്ത്രപരമായി രക്ഷപ്പെടുകയായിരുന്നു. യുവാവും യുവതിയും റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴി ചോദിച്ച് റിട്ടയർഡ് ഉദ്യോഗസ്ഥന്റെ മാല മോഷ്ടിക്കുവാൻ നടത്തിയ ശ്രമം മറ്റ് വഴിപോക്കറാണ് തടഞ്ഞത്. അരമണിക്കൂർ മുന്നേ ഇതേ സംഘം രക്ഷകരായി എത്തിയ ആളുകളോടും റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴി ചോദിച്ചിരുന്നു. ഇതിനിടയിലാണ് ഇതേ സംഘം ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ച് വിരമിച്ച ഉദ്യോഗസ്ഥന്റെ മാല തട്ടിയെടുക്കുവാൻ ശ്രമം നടത്തിയത്. ഇങ്ങനെ രാവിലെ മോർണിംഗ് വാക്കിന് പോയപ്പോൾ ഒരു ദുരനുഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് ഞാൻ ഈ ചെറുവാണ്ടൂരിൽ നിന്ന് വിഭാഗത്തേക്ക് നടക്കാറില്ല. നടക്കുമ്പോൾ ഈ പാറകണ്ടം എത്തുന്നതിന് മുമ്പായിട്ട് പാലാ റോഡിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് ഇങ്ങനെ റോഡ് സൈഡിൽ നടന്നു പോകുമ്പോഴത്തേക്കും വലതുവശത്ത് ചേർന്ന് നടന്നു പോകുമ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് വണ്ടി ബൈക്കിൽ രണ്ടുപേര്, അതിൽ ഫ്രണ്ടിലുള്ള ആൾക്ക് ഹെൽമെറ്റ് ഒന്നും ഇല്ലായിരുന്നു. ഫ്രണ്ട് ഓടിക്കുന്ന ഹെൽമെറ്റ് ഇല്ല, പുറകിലുള്ള ആൾക്ക് ഹെൽമെറ്റ് ഉണ്ടായിരുന്നു. അത് പെട്ടെന്ന് ശ്രദ്ധിച്ചു. ഇങ്ങനെ നിർത്തി തൊട്ട് എൻ്റെ മുമ്പിൽ ഓപ്പോസിറ്റാണ് വരുന്നത്. ഓപ്പോസിറ്റ് നിർത്തിയിട്ട് വീണ്ടും എൻ്റെ അടുത്തേക്ക് വന്ന് വണ്ടിയാടെ നിർത്തിയിട്ട് ചോദിച്ചു, ഇങ്ങനെ കറുകച്ചാലിന് പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ തൊട്ട് അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് KNB ഉണ്ട്, KNB ഓഡിറ്റോറിയത്തിൻ്റെ അവിടെ നിന്ന് നിങ്ങൾ ലെഫ്റ്റിലേക്ക് പോകണം എന്ന് പറയുമ്പോൾ എവിടെയെന്നും പറഞ്ഞ് ഇങ്ങനെ പുള്ളി വണ്ടി ഇങ്ങനെ എത്തി വരിഞ്ഞ് പുറകെ ഇരിക്കുന്ന ആൾ എത്തി വരിഞ്ഞ് എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ. അപ്പോഴെനിക്ക് പെട്ടെന്ന് എന്തോ ഒരു ഇത് സ്ട്രൈക്ക് ചെയ്തു. ഉടനെ ഞാൻ ഇങ്ങനെ കോളർ അടുപ്പിച്ച് പിടിച്ചു, ഷർട്ടിൻ്റെ കോളർ ഇങ്ങനെ അടുപ്പിച്ച് പിടിച്ചു. ഉടനെ അവർ പിന്നെ വണ്ടി അങ്ങ് പതിയെ ഒതുക്കിയിട്ട് ശരി അവിടെ തന്നെ എന്നും പറഞ്ഞ് അവിടെ KNB ഓഡിറ്റോറിയം എന്നും പറഞ്ഞ് വണ്ടി എടുത്തുകൊണ്ട് അവരുണ്ടാവുകയാണ്. അപ്പോൾ പിന്നെ പറഞ്ഞപ്പോൾ ഞാൻ പലരോട് ചോദിച്ചപ്പോഴത്തേക്ക് എല്ലാവർക്കും ഇങ്ങനെ ചില അനുഭവങ്ങളുണ്ട്. വെളുപ്പിന് മോർണിംഗ് വാക്കുകാരെയാണ് അവർ ഈ അതുകൊണ്ടായിട്ട് ഒരു മാസമായി രാവിലെയുള്ള പ്രഭാത സവാരിക്കാരാണ് ഇവർ മിക്കവാറും എയിം ചെയ്യുന്നത്. ഒരാഴ്ച മുമ്പ് പുലർച്ചെ പള്ളിയിലേക്ക് പോയ വയോധികരുടെ 4 പവൻ വരുന്ന മാല ചെറുവാണ്ടൂരിൽ പള്ളിക്ക് സമീപം വെച്ച് കവർച്ചാ സംഘം തട്ടിയെടുത്തിരുന്നു. പട്ടിത്താനത്തിനും പാറകണ്ടം ജംഗ്ഷനും ഇടയിൽ വിജനമായ ഭാഗങ്ങളാണ് പലയിടങ്ങളിലും ഉള്ളത്. പാറകണ്ടം മുതൽ ചെറുവാണ്ടൂർ വരെയുള്ള കൂടുതൽ ഭാഗവും വിജന മേഖലയാണ്. ഈ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് കവർച്ചാ സംഘവും പിടിച്ചുപറി സംഘവും രംഗത്തിറങ്ങിയിട്ട് നാളുകളേറെയായി എന്നാണ് ആക്ഷേപം. പട്ടിത്താനം റൂട്ടിലേക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നടക്കാൻ പോകും. അപ്പോൾ നടക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ അവിടെ ഒരു കാർ വാഷൊക്കെ ഉള്ള ഒരു സ്ഥലമില്ല. അതിന് തൊട്ടിപ്പുറത്ത് ബൈക്ക് വന്ന് എൻ്റെ അടുത്ത് നിർത്തിയിട്ട് ഒരു ബൈക്കിൽ സ്ത്രീയുണ്ട്. എന്നിട്ട് റെയിൽവേ സ്റ്റേഷൻ വഴി ചോദിച്ചു. റെയിൽവേ സ്റ്റേഷൻ വഴി ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ അവിടുന്ന് കഴിഞ്ഞു പോകുന്നു, ബൈപ്പാസിൽ നിങ്ങൾക്ക് നേരെ കയറി പോകായിരുന്നു. ഇനിയിപ്പോൾ നേരെ മാളിക റെസിഡൻസ് ഇല്ലേ, അതിലെ ക്രോസ് ചെയ്താൽ MC റോഡിലിറങ്ങും. MC റോഡിൽ നിങ്ങൾ ചൂരക്കുളങ്ങര അമ്പലം വഴി നേരെ മറ്റേ നീണ്ടൂർ റോഡിൽ കയറിയാൽ റെയിൽവേ സ്റ്റേഷനിലോട്ട് പെട്ടെന്ന് ചെല്ലാമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞുകൊണ്ട് നിന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇങ്ങോട്ട് നടന്നു വരുന്ന 2 പേരുണ്ട്. അവരെന്നെ ചേട്ടാന്ന് വിളിച്ചപ്പോഴത്തേക്ക് ഇവർ പെട്ടെന്ന് വണ്ടി വിട്ടുപോയി. അപ്പോൾ അവർ റോഡ് ക്രോസ് ചെയ്ത് വന്നിട്ട് എന്നോട് പറഞ്ഞു, ഇവരോട് ഈ പാറക്കണ്ടത്തിന് അപ്പുറത്ത് വെച്ച് റെയിൽവേ സ്റ്റേഷൻ വഴി ചോദിച്ചതാണ് അരമണിക്കൂർ മുമ്പ്. അവരങ്ങ് പട്ടിത്താനം റൗണ്ടാനം വരെ പോയിട്ട് തിരിച്ചു വരുമ്പോഴും ഇവർ ഈ വഴി ചോദിച്ചുകൊണ്ട് നിൽക്കുക. സംശയമുണ്ട്, അവർ ഒരു പുരുഷനും സ്ത്രീയാണ്, ഒരു 35-40 വയസ്സിനിടയ്ക്കുള്ള പ്രായമുള്ളവരാണ്. അപ്പോൾ ആ റൂട്ടിൽ ഇങ്ങനെ ഒരു മോഷണ ശല്യം ഉണ്ട്. പോലീസിന്റെ പെട്രോളിംഗ് ഈ ഭാഗങ്ങളിൽ ശക്തമാക്കണമെന്നും ആവശ്യമുയർന്നിട്ടുണ്ട്. i4A ന്യൂസ്, ഏറ്റുമാനൂർ.